ഇന്ന് സെപ്റ്റംബർ 18 2 ദിവസങ്ങൾക്ക് ശേഷം മറ്റന്നാളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടക്കാനിരിക്കുന്നത്. എന്തായാലും ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഈ വരുന്ന അതിഥികൾക്കൊന്നും പ്രത്യേക പരിഗണന നൽകരുതെന്ന് ഹൈക്കോടതി പ്രത്യേകമായി പറഞ്ഞ കാര്യം നമ്മൾ കണ്ടതാണ്. ഇതിനെതിരായ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ ശ്രവിച്ചതുമാണ്. പക്ഷെ അതിൻ്റെ നഗ്നലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വസ്തുത. കാരണം ഈ അയ്യപ്പ സംഗമത്തിന് എത്തുന്ന VIP കൾ, അതായത് സർക്കാരിൻ്റെ VVIPകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു എന്നതിന് തെളിവുകളുണ്ട്. ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഇവർക്ക് ഈ മുന്തിയ പരിഗണന നൽകുന്നത്. അവർക്കായിട്ടുള്ള ഈ ലക്ഷറി സ്യൂട്ട്സ് ഒക്കെ എടുത്തിരിക്കുന്നത് കുമരകം, ആലപ്പുഴ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പ്രശസ്തമായ ഹോട്ടലുകളിലാണ്. അത് മാത്രമല്ല, അതിഥികളെ സ്വീകരിക്കാനും സമ്മേളനത്തിൽ എത്തിക്കാനുമൊക്കെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് സംവിധാനം വേറെ. ഗോകുൽ രമേശ് നൽകും കൂടുതൽ വിവരങ്ങൾ. ഗോകുൽ, പിന്നെ വേറെ എന്തൊക്കെ പരിരക്ഷയാണ് ഈ VVIPകൾക്ക് സർക്കാർ നൽകുന്നത്? തീർത്തും ഒരു ആർഭാടപരമായിട്ടുള്ള കാര്യപരിപാടിയായിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തെ ദേവസ്വം ബോർഡ് മാറ്റിയിരിക്കുന്നത്. കാരണം അങ്ങോട്ടേക്ക് എത്തുന്ന ഈ അതിഥികളായിട്ടുള്ള പ്രതിനിധികൾക്ക് അവർക്ക് അത്യാധുനിക രീതിയിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും പമ്പയിൽ ഒരുക്കിയിരിക്കുന്നു. അതുകൂടാതെ പമ്പയ്ക്ക് പുറത്ത് അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആർഭാടകരമായിട്ടുള്ള മുറികൾ ഹോട്ടൽ മുറികൾ സജ്ജീകരിച്ചിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അത്യാർഭാടപരമായിട്ടുള്ള രീതിയിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടപ്പാക്കാൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത്. ഈ എത്തുന്ന അതിഥികൾക്ക് 3000-ഓളം പ്രതിനിധികളുണ്ട്. അവരിൽ വിദേശത്ത് നിന്നടക്കം ആളുകളുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഈ പമ്പയ്ക്ക് പുറത്ത് പത്തനംതിട്ടയിലും കുമരകത്തും ആലപ്പുഴയിലുമായി ഒക്കെ തന്നെ ആർഭാടപൂർവ്വമായിട്ടുള്ള മുറികൾ എടുത്തു നൽകിയിരിക്കുന്നു. അവരെ ഇങ്ങോട്ടേക്ക് പമ്പയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇവന്റ് മാനേജ്മെന്റിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ ഒരു വലിയ താരനിശ നടക്കുന്ന രീതിയിൽ ഒരു പരിപാടിയെ മാറ്റിയെടുക്കുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ പമ്പയിൽ നടക്കുന്ന പരിപാടിയെ മാറ്റിയെടുക്കുന്നു ദേവസ്വം ബോർഡ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന പന്തലുകളും അതുപോലെ തന്നെ അത്യാർഭാടപരമായിട്ടുള്ള പന്തലുകളാണ്. പൂർണ്ണമായിട്ടും ശീതീകരിച്ച രീതിയിൽ പന്തലുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ശബരിമലയിൽ അന്നത്തെ ദിവസം സാധാരണ എത്തുന്ന തീർത്ഥാടകർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഈ പന്തലുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പോലും തീർത്ഥാടകരുടെ സുഗമമായിട്ടുള്ള യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഈ ശൗചാലയ ബ്ലോക്കുകളൊക്കെ മൂടിക്കെട്ടിക്കൊണ്ടാണ് അതിന് മുൻവശത്ത് അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിഷേധിച്ചുകൊണ്ടാണ് ഈ പന്തലുകളൊക്കെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അന്നത്തെ ദിവസം ഈ 3000-ഓളം ഈ സംഗമ പ്രതിനിധികൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവിടേക്ക് എത്തുന്ന സാധാരണ തീർത്ഥാടകർക്ക് മേൽ നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് പോകേണ്ട പാതയിലടക്കം നിയന്ത്രണം വരും. അതുകൂടാതെ അവരുടെ വാഹനങ്ങൾ ഇടുന്നതിന് ക്രമീകരണം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ സമ്മേളന പ്രതിനിധികൾ വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ പമ്പയിലും നിലയ്ക്കലുമായിട്ടൊക്കെ തന്നെ പാർക്ക് ചെയ്യാൻ അവർക്കായിരിക്കും പരിഗണന ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ സാധാരണ തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് വലിയ പ്രതിസന്ധികൾ, അവരുടെ യാത്രയ്ക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൂടാതെ ശബരിമലയിൽ ദർശനം ഈ സംഗമത്തിനെത്തുന്ന മുഴുവൻ ആളുകൾക്കും ദർശനത്തിന് സൗകര്യം ഒരുക്കും. അത് ദർശനം ഉറപ്പാക്കുമെന്ന് ദേവസ്വം മന്ത്രി തന്നെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് സാധാരണ അവിടെ എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകരുടെ ദർശന സമയത്ത് തടഞ്ഞുകൊണ്ട് ഇവർക്ക് ദർശനം ഒരുക്കും എന്നുള്ള കാര്യമാണ് ദേവസ്വം ബോർഡ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ സർക്കാരിന്റെ അതിഥികളായി എത്തുന്നവർക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക. അവർക്ക് ദർശനം ഉറപ്പാക്കുമെന്നാണ് ദേവസ്വം മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സാധാരണക്കാരുടെ ദർശനത്തെയും പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ യഥാർത്ഥ വിശ്വാസികൾ അല്ലെങ്കിൽ ശബരിമലയിൽ തൊഴാനെത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ഭക്തരെയും തീർത്ഥാടകർക്കും അന്ന് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധികൾ ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ 50,000 പേർക്ക് ദർശനം നടത്താവുന്നത് 10,000 പേർക്കാക്കി വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള നടപടിയും ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പരിപാടി മൂലം ശബരിമലയ്ക്ക് എന്ത് പ്രയോജനം ഉണ്ടാകും, ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് എന്താണ് അതുമൂലം ഉപകാരം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് തീർച്ചയായും അതെന്തായാലും കോടതിയുടെ ശ്രദ്ധയിൽ വരേണ്ടതാണ്. ഇനി വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്കെതിരായ ഹർജികളൊക്കെ കോടതിയുടെ പരിഗണനയിൽ നേരത്തെ വന്ന സ്ഥിതിക്ക് ഇനിയും കോടതിയുടെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും ലംഘിച്ചാൽ അതുകൂടി കോടതിയുടെ ശ്രദ്ധയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ VVIPകളെയും കൂട്ടി ഇപ്രകാരം ഒരു സംഗമം നടത്തുമ്പോൾ അതിന് 2 ദിവസങ്ങൾക്ക് ശേഷം 22-ാം തീയതി ശബരിമല സംരക്ഷണ സംഗമം കൂടി നടക്കുകയാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തരുടെ, യഥാർത്ഥ വിശ്വാസികളുടെ നേതൃത്വത്തിൽ.